മണിപ്പൂരിൽ പുതിയ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയായി യുമാൻ ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. മണിപ്പൂരിൽ ഉപമുഖ്യമന്ത്രിമാരായി നിഷ കിങ്സോയും ലോസി ധിഗോയും സത്യപ്രതിജ്ഞ ചെയ്തു. ഗോവിന്ദദാസാണ് ആഭ്യന്തരമന്ത്രി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്തെ ഐക്യവും സമാധാനവും മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് പുതിയ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ യുമാൻ ഖേംചന്ദ് സിംഗ് വ്യക്തമാക്കി. To swear in the name of God that I will bear true and faith and aligned to the Constitution of India is by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as the Chief Minister of the State of Manipur. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പുതിയ മന്ത്രിസഭ BJP മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. രാഷ്ട്രപതി ഭരണത്തിനാണ് സമാപനമായത്, അന്ത്യമായത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, യുമാം ഖേംചന്ദ് സിംഗ് മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുകയാണ്. 2 ഉപമുഖ്യമന്ത്രിമാരും ചുമതലയേറ്റിരിക്കുകയാണ്. നീംച കിബ്ഗനിയും അതേപോലെ തന്നെ ലോസി ദിഖോയിയുമാണ് ഉപമുഖ്യമന്ത്രിമാരായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഗോവിന്ദദാസാണ് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റത്. മന്ത്രിസഭയുടെ പൂർണ്ണ വികാസം ഇതിനോടകം തന്നെ സാധ്യമായിട്ടില്ല. വൈകുന്നേരം 6 മണിക്ക് ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ അജയ് ബെല്ലയാണ് സത്യവാചകങ്ങൾ ചൊല്ലിക്കൊടുത്തത്. പ്രധാനമായും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം യുമാൻ ഖേംചന്ദ് സിംഗ് വ്യക്തമാക്കിയത് 2047 എന്നുള്ള വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മണിപ്പൂരിൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകുവാൻ വേണ്ടി ഈ സർക്കാർ ഈ കാലയളവ് ഉപയോഗിക്കുമെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല 36 വിഭാഗങ്ങളുണ്ട് മണിപ്പൂരിൽ. എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് ഭരണം നയിക്കുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ 13-ാം തീയതി വരെ രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ ആഭ്യന്തര കലാപം രൂക്ഷമായതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന എംബരൻ സിംഗ് രാജിവെക്കുകയും തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് 6 മാസക്കാലം കൂടി രാഷ്ട്രപതി ഭരണം നീട്ടുകയായിരുന്നു. ഈ മാസം 13-ാം തീയതിയാണ് രാഷ്ട്രപതി ഭരണം അവസാനിക്കാനിരുന്നത്. എന്നാൽ രാഷ്ട്രപതി ഭരണത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളത് BJPയുടെ MLA-മാർ അടക്കം NDAയുടെ MLA-മാർ മുഴുവൻ ഒരേ സ്വരത്തിൽ BJP നേതൃത്വത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗിനെ നിരീക്ഷകനായി വെക്കുകയും തരുൺ ചുഗിൻ്റെ നേതൃത്വത്തിലാണ് ഈ യുനാം ഖേംചന്ദ് സിംഗിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. തുടർന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിക്കുകയും വൈകുന്നേരം 6 മണിക്ക് ലോക്ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യുകയായിരുന്നു. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.